ഹായ്, ഇന്ന് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തവും അതേപോലെ തന്നെ മനോഹരവുമായിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ഐഡിയ ആണ്. ഒരു സ്റ്റാൻഡ് പോട്ട്. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഔട്ട്ഡോറിൽ ഉപയോഗിക്കാം, ഇൻഡോറിലും ഉപയോഗിക്കാം. അപ്പോൾ ഔട്ട്ഡോറിൽ ഉപയോഗിക്കുമ്പോൾ നമ്മളിത് ഇവിടെ ഒരു പ്ലൈവുഡ് തട്ട് കൊടുത്തിട്ടുണ്ട്, ഇത് ഒഴിവാക്കിയാൽ മതി. അതേപോലെ തന്നെ നമ്മുടെ പോട്ടിന് ഹോൾസ് കൊടുക്കണം ഔട്ട്ഡോറിൽ ഉപയോഗിക്കുമ്പോൾ. ഇതിന് നമ്മളിപ്പോൾ ഇൻഡോറിലായതുകൊണ്ട് നമ്മൾ ഹോൾസ് കൊടുത്തിട്ടില്ല. അപ്പോൾ വല്ലപ്പോഴും നമുക്ക് നനച്ചാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ഹോൾസ് ഒന്നും കൊടുത്തിട്ടില്ല. അതേപോലെ നമുക്ക് ഇവിടെ ഒരു തട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തട്ടിൽ നമുക്ക് അതേപോലെ പുസ്തകം അതേപോലെ ന്യൂസ് പേപ്പറുകളൊക്കെ നമുക്ക് വെക്കാൻ കഴിയും. അപ്പോൾ ഇതിന്റെ നിർമ്മാണം എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ആദ്യം നമ്മൾ ഇത് ഉണ്ടാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രതലത്തിൽ 2 ഫുൾ ഷീറ്റ് ന്യൂസ് പേപ്പർ വിരിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു ചട്ടി എംസാൻഡ്, അതായത് നനവുള്ള എംസാൻഡ് നമ്മൾ ഇതേപോലെ ചൊരിഞ്ഞിട്ടുണ്ട് ആ പേപ്പറിൻ്റെ നടുഭാഗത്തായിട്ട്. നമുക്കതൊന്ന് അമർത്തി ഒരു ചതുര കട്ടയാക്കി മാറ്റണം. ഈ എംസാൻഡ് ഒരു ചതുര കട്ടയാക്കി മാറ്റണം. ഇതേപോലെ നമ്മൾ കുമ്മായ കത്തി കൊണ്ട് തേച്ച് നമുക്ക് ഒരു ചതുര കട്ടയാക്കി മാറ്റാം. ഇതേപോലെ ഒരു പലക ഉപയോഗിച്ചിട്ട് നമുക്ക് സൈഡൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ നമുക്കിത് വളരെ എളുപ്പത്തിലൊരു ചതുര കട്ടയാക്കി മാറ്റാൻ കഴിയും. നനവുള്ള എംസാൻഡാണ് നമുക്കിതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേ വീതിയിലുള്ള ഒരു ചതുര കട്ടയായിട്ട് നമ്മൾ നമ്മുടെ എംസാൻഡ് ഒരു ചതുര കട്ടയാക്കി മാറ്റി. ഇനി നമ്മുടെ പേപ്പർ ഇതേപോലെ പുറം ഭാഗത്തേക്കുള്ള പേപ്പർ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ മടക്കി വെച്ച് നമുക്ക് ഈ ചതുര കട്ട പൊതിഞ്ഞെടുക്കാം. ഇതേപോലെ മടക്കിയതിന് ശേഷം നമുക്ക് മാസ്കിൻ ടാപ്പോ മറ്റോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സൈഡ് ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ മടക്കി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ സിമെൻ്റ് ആണ്. സിമെൻറ്റ് കുഴച്ചെടുത്തതാണ്. ഇത് നമ്മൾ 2:1 എന്ന രീതിയിലാണ് നമ്മളിത് എടുക്കുന്നത്. അതായത് 2 എംസാൻഡിന് ഒരു സിമെൻറ്റ്, 1 കപ്പ് സിമെൻറ്റ് എന്ന രീതിയിലാണ് നമ്മളിത് എടുക്കുന്നത്. അതെടുത്ത് നമ്മൾ വെള്ളം ചേർത്ത് ഇതേപോലെ കുഴച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ അത് തേച്ച് കൊടുക്കാം. ആദ്യം മുകൾ ഭാഗത്ത് തേച്ച് കൊടുത്തിട്ട് നമുക്ക് സൈഡ് ഭാഗത്ത് തേക്കുന്നതാണ് എളുപ്പം. നമുക്ക് ആദ്യം മുകൾ ഭാഗത്ത് തേച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേ കനത്തിൽ നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുകൾ ഭാഗത്ത് തേച്ച് കഴിഞ്ഞ് സൈഡ് ഭാഗങ്ങളിലൊക്കെ എല്ലാ സൈഡിലും 4 ഭാഗത്തും നമുക്ക് ഇതേപോലെ തേച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ സിമെൻറ്റ് തേച്ചു. ഇനി നമുക്ക് ഇതേപോലെ നമ്മുടെ ആദ്യം എടുത്ത നമ്മുടെ പലക വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വക്കുകളൊക്കെ നമുക്ക് റെഡിയാക്കി കൊണ്ടുവരാം. കറക്റ്റ് നന്നായ ഒരു വൃത്തിയുള്ള ചതുര കട്ടയാക്കി നമുക്ക് മാറ്റാം. അപ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് ഈ പലക വെച്ച് കൊടുത്താൽ നമുക്ക് ഇതൊരു പ്ലൈവുഡിൻ്റെ കഷ്ണമാണ് ഞാൻ ഉപയോഗിച്ച്. ഇതേപോലെ പലകയോ പ്ലൈവുഡിൻ്റെ പീസോ ഒക്കെ വെച്ച് കൊടുത്താൽ നമുക്ക് എളുപ്പത്തിൽ ഇത് മിനുക്കിയെടുക്കാം.
അപ്പോൾ ഇതിൻ്റെ മൂലഭാഗങ്ങൾ അതുപോലെ നമ്മുടെ എല്ലാ ഭാഗത്തും നമ്മൾ നന്നായിട്ട് തേച്ചെടുത്തു. ഇനി നമ്മളിതാ ഈ പിന്നെ മിക്സ് എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ 2:1 എന്ന രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ നനവ് പറ്റില്ല, അതായത് നനയ്ക്കരുത്. നമ്മൾ നനയ്ക്കാതെ മിക്സാണ് നമ്മൾ അതിൻ്റെ മുകളിൽ നമുക്ക് ഇതേപോലെ തേച്ച് കൊടുക്കാം. കൈകൊണ്ട് വാരി ഇതേപോലെ തേച്ച് കൊടുത്താൽ മതി. ഇത് നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ കട്ട നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മിക്സ് തേച്ച് കൊടുക്കുന്നത്. മിക്സ് തേച്ചതിന് ശേഷം നമുക്കിതാ നമ്മുടെ കുമ്മായ കൊണ്ട് ഇത് നന്നായിട്ട് ഇതേപോലെ തേച്ച് കൊടുക്കുക, മിനുക്കി എടുക്കുക. ഇതേപോലൊരു പലക ഉപയോഗിച്ചിട്ട് നമ്മളിത് മിനുക്കിയെടുക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കിത് ലെവലാക്കി കറക്റ്റിൽ മിനുക്കിയെടുക്കാൻ കഴിയും. ഇങ്ങനെ മിനുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള എന്തെങ്കിലും ഒരു കഷ്ണം ഇതേപോലെ പ്ലൈവുഡിൻ്റെ പീസോ അല്ലെങ്കിൽ പലകയുടെ എന്തെങ്കിലും കഷ്ണമോ എടുത്താൽ മതി. അപ്പോൾ അത് നമ്മുടെ കട്ട നമ്മുടെ പോട്ട് കറക്റ്റ് നമ്മൾ മിനുക്കി എടുത്തിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് കുറച്ച് പണികളുള്ളത്. അപ്പോൾ അത് 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ഇതൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സിമെൻറ്റ് മാത്രം കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ മുകൾ ഭാഗത്ത് അതേപോലെ സൈഡ് ഭാഗത്ത് എല്ലാ ഭാഗത്തും നമ്മൾ ഇതേപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ നമ്മുടെ കട്ട കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒഴിച്ച് കൊടുത്ത സിമെൻറ്റ് ഇനി നമുക്കിതാ നമ്മുടെ കുമ്മായ കൊണ്ട് നമുക്ക് നന്നായിട്ട് മിനുക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് മിനുക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ പോട്ടിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ നന്നായിട്ട് മിനുക്കിയെടുത്തു. ഇനി 24 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞ് ഇനി നമ്മളിത് എടുക്കുകയാണ്. നമുക്കിത് ഇതേപോലെ പൊക്കി നമുക്ക് തിരിച്ചു വെക്കാം. നമ്മൾ തിരിച്ചു വെച്ചു. ഇനി നമുക്കിതിൻ്റെ പേപ്പർ പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിറച്ച നമ്മുടെ എംസാൻഡ് നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ നമ്മൾ എംസാൻഡൊക്കെ എടുത്ത് മാറ്റി ഇനി നമുക്ക് നമ്മുടെ ന്യൂസ് പേപ്പറും ഇതിനുള്ളിൽ നിന്ന് എടുത്ത് മാറ്റിക്കളയാം. ഇനി നമുക്കിതിൽ നമുക്ക് വെള്ളം നിറച്ച് വെക്കാം. ഒരു 3-4 ദിവസം നമ്മൾ ഇതേപോലെ വെള്ളം നിറച്ച് വെക്കണം. നമ്മുടെ പോട്ടിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റാൻഡ് നിർമ്മിക്കുകയാണ്. അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് PVC പൈപ്പാണ്. PVC എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് PVC, അതായത് 25 mm ഇലക്ട്രിക് PVC. അതിൽ നമ്മൾ 2T അതിൻ്റെ 25 mm TN ആണ് അത് നമ്മൾ കയറ്റി വെക്കുന്നുണ്ട്. ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഈ പൈപ്പിന്, അതായത് ഇതിൻ്റെ T നമ്മൾ കട്ട് ചെയ്യാതെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറ്റാൻ കഴിയുക. അപ്പോൾ 4 കാലിനും നമ്മൾ ഒരേ അളവിലാണ് T നമ്മൾ കയറ്റി വെച്ചത്. ഒന്ന് താഴെ ഒന്ന് മുകളിലായിട്ട് നമ്മൾ ഒരേ അളവിലാണ് 4 കാലിനും ഒരേ അളവിലാണ് നമ്മൾ T കയറ്റി വെച്ചത്. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഇതേപോലെ നമുക്ക് ഫിറ്റ് ചെയ്യാം. അളവൊക്കെ നമ്മൾ നിർമ്മിച്ച പോട്ടിൻ്റെ അളവ് നോക്കിയിട്ട് നമുക്ക് എടുത്താൽ മതി.
ഉയരമൊക്കെ നമുക്ക് അതേപോലെ ഞാനൊരു 40 സെൻറ്റിമീറ്റർ ഉയരമാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തത്. ഉയരമൊക്കെ നമ്മളെ ഇഷ്ടം പോലെ നമുക്ക് തീരുമാനിക്കാം. ബാക്കി അളവുകൾ നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ പോട്ടിൻ്റെ അളവ് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്, വീതിയും നീളവും എല്ലാം. ഇതിൻ്റെ അടിഭാഗത്ത് ഒരു തട്ട് എന്ന രീതിയിൽ നമ്മൾ വെക്കാൻ വേണ്ടി നമ്മളൊരു പ്ലൈവുഡ് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് സ്ക്രൂ ചെയ്ത് നമുക്കതിൽ ഫിറ്റ് ചെയ്യണം. പിന്നെ അത് മുകൾ ഭാഗത്ത് നമുക്ക് ഇതേപോലെ പോട്ടും വെക്കാം. ഇനി നമുക്ക് സ്റ്റാൻഡിൻ്റെ ജോയിൻറ്റുകളൊക്കെ നമുക്ക് ഒട്ടിക്കണം. അതിന് നമ്മൾ സ്റ്റാർ ബോണ്ട് PVCയുടെ ഗമ്മാണ്, സ്റ്റാർ ബോണ്ട് ഗം എടുത്തിട്ടാണ് നമ്മളത് ഒട്ടിക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗവും എല്ലാ പീസും നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് ബലമുള്ളതായി മാറും. ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലെക്സ് കിക്കോ അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ സ്റ്റാൻഡിൻ്റെ ജോയിൻറ്റുകളൊക്കെ നമ്മൾ ഒട്ടിച്ചു. ഇനി നമ്മളിത് നമ്മുടെ പ്ലൈവുഡിന് നമ്മളൊരു പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ 4 മൂലയിലും ഹോൾസ് ഇട്ടതിന് ശേഷം നമുക്കത് ഫിറ്റ് ചെയ്യും. സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഫിറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ടീ വരുന്ന ഭാഗങ്ങളിൽ, അതായത് ടീ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെക്സ് കിക്ക് ഇട്ടിട്ട് അത് ഒട്ടിക്കുന്നുണ്ട്. അത് അതിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും നമ്മൾ ഉറ്റിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മുടെ കാലുകളുടെ മുകൾ ഭാഗത്ത്, അതായത് ലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എൻഡ് ടോപ്പ് വാങ്ങിയിട്ടുണ്ട്. അത് 3/4 ഇഞ്ച് എൻഡ് ടോപ്പാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ പോട്ടിന് പെയിൻ്റ് അടിച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് അടിച്ചെടുക്കാം. സ്റ്റാൻഡിനും പ്ലൈവുഡിനൊക്കെ നമ്മളൊരു വാർണിഷ് ഇതിൻ്റെ മുകളിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റാൻഡിനൊക്കെ നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണത്. അത് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിതിൽ നമ്മുടെ ചെടി വെക്കാം. അപ്പോൾ നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ഐഡിയ വളരെ വ്യത്യസ്തവും അതേപോലെ തന്നെ മനോഹരമായിട്ടുള്ള, ഇതുവരെ ആരും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐഡിയ ആണ്. അപ്പോൾ ഇത് നമുക്ക് ഞാൻ പറഞ്ഞ 2 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അതായത് ഔട്ട്ഡോറിൽ ഉപയോഗിക്കാം, ഇൻഡോറിൽ ഉപയോഗിക്കാം. ഔട്ട്ഡോറിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ തട്ട് ഒഴിവാക്കണം. പ്ലൈവുഡിൻ്റെ തട്ടാണ് നമ്മൾ കൊടുത്തത്, അത് ഒഴിവാക്കുക. അതേപോലെ തന്നെ പോട്ടിന് ഹോൾസും കൊടുക്കുക. വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്കിത് ഔട്ട്ഡോറിലും ഇതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഇൻഡോറിലേക്ക് എന്ന രീതിയിലാണ് നമ്മൾ നിർമ്മിച്ചത്. ഇപ്പോൾ നമ്മൾ വരാന്തയിൽ തന്നെയാണ് വെച്ചത്, സിറ്റ് ഔട്ടിൽ. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ തട്ടിൽ നമുക്ക് ഇതേപോലെ വീക്കിലുകൾ, അതേപോലെ നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ നമുക്ക് ഇവിടെ വെക്കാൻ കഴിയും. ഇതാണ് വളരെ മനോഹരമായിട്ട് ഇതേപോലെ പുല്ലുകൾ വെക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്ലവറുകൾ ഉണ്ടാകുന്ന ചെറിയ ചെടികളൊക്കെ നമുക്ക് ഭംഗിയായിട്ട് വെക്കാം. ഇത് ഡൈനിങ് ഹാളിൽ അതേപോലെ നമുക്ക് വരാന്തയിലൊക്കെ നമുക്ക് ഇതേപോലെ മനോഹരമായിട്ട് വെക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഈ സ്റ്റാൻഡ് പോട്ട് ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് തരിക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.